ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഐഫോൺ 17 സീരീസിനെതിരെ വ്യാപക പരാതിയുമായി ദിനംപ്രതി നിരവധി ഉപഭോക്താക്കളാണ് എത്തുന്നത്. ഫോൺ വാങ്ങി 1 മാസത്തിനുള്ളിൽ ഓറഞ്ച് നിറം പിങ്ക് നിറമാകുന്നു എന്നതാണ് ഉയരുന്ന പരാതി. ഐഫോൺ 17 സീരീസിൽ ഭൂരിഭാഗം പേരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് 17 പ്രോ, 17 പ്രോ മാക്സ് കോസ്മിക് ഓറഞ്ച് കളർ മോഡലിലായിരുന്നു. ഇറങ്ങിയതു മുതൽ ഓറഞ്ച് കളറിന് ആരാധകർ ഏറെയാണ്. ആഗോള മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും കോസ്മിക് ഓറഞ്ച് കളറാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ കളറിനെക്കുറിച്ച് നിരവധി പരാതികൾ വരുന്നതായാണ് റിപ്പോർട്ട്. ഓറഞ്ച് നിറം പിങ്ക് നിറത്തിലേക്ക് മാറുന്നതായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇതിനോടകം തന്നെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു കഴിഞ്ഞു. ഫോണിന്റെ ഗ്ലാസ് ബാക്ക് പാനൽ ഓറഞ്ച് നിറത്തിൽ തന്നെ തുടരുമ്പോഴും അലുമിനിയം ഫ്രെയിമിലും ക്യാമറയുടെ പിൻഭാഗങ്ങളിലുമാണ് പിൻനിറത്തിലേക്ക് മാറുന്നുവെന്ന് പരാതികൾ. ആദ്യമായി പരാതിയുമായി സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ജപ്പാനിലെ ഒരു ഉപയോക്താവാണ്. അതിനുശേഷം സമാനമായ അനുഭവങ്ങളുമായി നിരവധി പേർ രംഗത്തെത്തി. ഇതോടെ ഐഫോൺ 17 പ്രോ, പ്രോ മാക്സ് കോസ്മിക് ഓറഞ്ച് വേരിയന്റ് ഉപഭോക്താക്കൾ നിരാശയിലായിരിക്കുകയാണ്. വലിയ തുക കൊടുത്തു വാങ്ങിയ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഫോൺ വാങ്ങി 2 മാസം ആവുന്നതിന് മുൻപ് തന്നെ നിറത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നു എന്നത് ഉപയോക്താക്കളെ ആശങ്കയിലാഴ്ത്തുന്നു. ഐഫോൺ 17 പ്രോ മോഡലുകളുടെ ഫ്രെയിമുകളിൽ സ്ക്രാച്ച് ഉണ്ടെന്നും പരാതികൾ ഉയരുന്നുണ്ട്. അതേസമയം വിഷയത്തിൽ ഇതുവരെ ആപ്പിൾ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ശതകോടീശ്വരൻ ഇലോൺ മസ്ക് വാഹന വ്യവസായം ഉപേക്ഷിക്കുമെന്ന പ്രവചനവുമായി ബഹുരാഷ്ട്ര വാഹന നിർമ്മാണ കമ്പനി മുൻ സിഇഒ രംഗത്ത്. 10 വർഷത്തിനകം ടെസ്ല പൂട്ടിക്കെട്ടുമെന്നാണ് സ്റ്റെല്ലാന്റിസിന്റെ മുൻ സിഇഒ കാർലോസ് തവാരസ് പറഞ്ഞത്. ഒരു ഫ്രഞ്ച് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അടുത്ത 10 വർഷത്തിനപ്പുറം നിലനിൽക്കാൻ ടെസ്ലയ്ക്ക് കഴിയുമോ എന്ന കാര്യം ഉറപ്പില്ലെന്ന വാദവുമായി ബഹുരാഷ്ട്ര വാഹന നിർമ്മാണ കമ്പനിയായ സ്റ്റെല്ലാന്റിസിന്റെ മുൻ സിഇഒ കാർലോസ് തവാരസ് രംഗത്തെത്തിയിരിക്കുന്നത്. ആഗോള EV വിൽപ്പനയിൽ ഈ വർഷം ആദ്യം ടെസ്ലയെ മറികടന്ന ചൈനയുടെ BYDയിൽ നിന്ന് കടുത്ത സമ്മർദ്ദം കമ്പനി നേരിടുന്നുണ്ടെന്ന് തവാരസ് വ്യക്തമാക്കി. കമ്പനിയുടെ കാര്യക്ഷമതയും ചെലവ് കുറഞ്ഞ വാഹനങ്ങളുമാണ് BYDയുടെ വിജയത്തിന് കാരണം. ഹ്യൂമനോയിഡ് റോബോട്ടുകൾ, സ്പേസ് എക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി മസ്ക് വാഹന വ്യവസായം ഉപേക്ഷിക്കാനാണ് സാധ്യത. സ്പേസ് എക്സ്, AI സംരംഭങ്ങൾ തുടങ്ങി നിരവധി കമ്പനികളിലായി മസ്കിന്റെ ശ്രദ്ധ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത 10 വർഷത്തിനപ്പുറം ടെസ്ല നിലനിൽക്കുമോ എന്ന കാര്യം ഉറപ്പില്ല. അതൊരു നൂതന ഗ്രൂപ്പാണെങ്കിലും BYDയുടെ കാര്യക്ഷമതയ്ക്ക് മുന്നിൽ പരാജയപ്പെടേണ്ടിവരും. ടെസ്ലയുടെ ഓഹരി വിപണി മൂല്യം അവിശ്വസനീയമാംവിധം ഉയർന്നതാണ് എന്നതിനാൽ കമ്പനിക്ക് വീഴ്ചയിൽ നിന്നുണ്ടാകുന്ന ആഘാതം വളരെ വലുതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ടെസ്ല അടുത്തിടെ നടത്തിയ പ്രഖ്യാപനമനുസരിച്ച് കമ്പനിയുടെ 3ാം പാദത്തിലെ വരുമാനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 12% വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും BYD, നിയോ, എക്സ്പെങ് തുടങ്ങിയ പ്രാദേശിക വാഹന നിർമ്മാതാക്കളിൽ നിന്നുള്ള മത്സരം ശക്തമായതോടെ ചൈനയിലെ ടെസ്ലയുടെ വിപണി വിഹിതം 2020 16% നിന്ന് 5% കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. വില കുറഞ്ഞ മോഡലുകളും നൂതന സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് പ്രാദേശിക ബ്രാൻഡുകൾ അതിവേഗം വികസിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന വിപണിയിൽ ആധിപത്യം നിലനിർത്താൻ ടെസ്ല പാടുപെടുന്നുവെന്നാണ് ഈ ഇടിവ് കാണിക്കുന്നതെന്ന് ഈ രംഗത്തെ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ലാവയുടെ പുതിയ സ്മാർട്ട് ഫോൺ വരുന്നു. നവംബറിൽ ഇന്ത്യൻ വിപണിയിലെത്തുന്ന ലാവ അഗ്നി 4ന് ഏകദേശം 25,000 രൂപയാണ് വില. ലാവ അഗ്നി 4 നവംബറിൽ ഇന്ത്യയിൽ പുറത്തിറങ്ങുമെന്ന റിപ്പോർട്ട്. ഇക്കാര്യം കമ്പനി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ ഹാൻഡ്സെറ്റിന്റെ ഒരു ലിസ്റ്റിംഗ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഈ ഫോണിന്റെ ഉടൻ നടക്കാനിരിക്കുന്ന ലോഞ്ചിനെയാണ് സൂചിപ്പിക്കുന്നത്. ജൂലൈയിൽ ആദ്യമായി ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട അഗ്നി സീരീസ് ഹാൻഡ്സെറ്റ് കഴിഞ്ഞ വർഷത്തെ ലാവ അഗ്നി 3 മോഡലിന്റെ പിൻഗാമിയായി അരങ്ങേറുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരാനിരിക്കുന്ന ലാവ അഗ്നി 4 5Gയുടെ BIS ലിസ്റ്റിംഗ് LX-X525 എന്ന മോഡൽ നമ്പറിൽ ഹാൻഡ്സെറ്റ് ഉടൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. സെപ്റ്റംബർ 15-ന് ഈ ഹാൻഡ്സെറ്റ് BIS ഡാറ്റാബേസിൽ ലിസ്റ്റ് ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. കമ്പനി അടുത്തിടെ ഫോണിന്റെ ഒരു ടീസർ പുറത്തിറക്കിയിരുന്നു. ലാവ അഗ്നി 4ന് ഇന്ത്യയിൽ ഏകദേശം 25,000 രൂപ വില വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ലാവ അഗ്നി 4ന് 50 മെഗാ പിക്സലിന്റെ 2 ക്യാമറകൾ ഉൾപ്പെടുന്ന ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി.